നമസ്കാരം. ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനൽ മത്സരത്തിനിടെ കടുത്ത ചൂടിൽ ജ്യൂസ് കുടിച്ച മുഹമ്മദ് ഷമിക്കെതിരെ ഭീഷണിയുമായി മുസ്ലിം മതനേതാവ്. റംസാൻ നോമ്പെടുക്കാത്തവർ ക്രിമിനലുകളാണെന്നും ഷമി അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരുമെന്നാണ് മൗലാന ഷഹാബുദ്ദീൻ റസീവ് ബലീർവിയുടെ ഭീഷണി. ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റാണ് മൗലാന ഷഹാബുദ്ദീൻ. നോമ്പെടുക്കുക എന്നത് മുസ്ലിമിന്റെ നിർബന്ധിത കടമയാണെന്നും ആരോഗ്യമുള്ള ആണോ പെണ്ണോ നോമ്പെടുത്തില്ലെങ്കിൽ അവർ വലിയ ക്രിമിനലുകളാണെന്നും മൗലാന പറയുന്നു. ഷമി വെള്ളമോ മറ്റെന്തോ കുടിക്കുന്നത് കണ്ടു. ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്രിക്കറ്റ് കളിക്കുന്നതിനാൽ തന്നെ ഷമി ആരോഗ്യവാനാണ്. അപ്പോൾ നോമ്പെടുത്തില്ല എങ്കിൽ അത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. അയാൾ ഒരു കുറ്റം ചെയ്തിരിക്കുന്നു, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഷമി ഒരു ക്രിമിനലാണ്. അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരുമെന്ന് മൗലാനയുടെ ഭീഷണി തുടർന്നു. ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിനിടെ ജ്യൂസ് കുടിച്ച മുഹമ്മദ് ഷമിക്കെതിരെ മുസ്ലിം പണ്ഡിതൻ നടത്തിയ ഭീഷണി തള്ളി ഷമിയുടെ കുടുംബവും കോച്ചും രംഗത്തെത്തി. നാണം കെട്ട പ്രവൃത്തിയാണ് മൗലാന നടത്തിയതെന്നും രാജ്യത്തിനായാണ് ഷമി കളിക്കുന്നതെന്നും ഷമിയുടെ സഹോദരൻ മുഹമ്മദ് മുംതാസ് രംഗത്തെത്തി. നിരവധി പാകിസ്ഥാൻ കളിക്കാർ നോമ്പെടുക്കാതെ കളിച്ചിരുന്നതായും ക്രിക്കറ്റിൽ ഇക്കാര്യത്തിൽ പുതുമയൊന്നും ഉള്ള കാര്യമല്ല എന്നും മുഹമ്മദ് പറയുന്നുണ്ട്. ഷമി ഇത്തരം ഭീഷണികളൊന്നും തന്നെ മുഖവിലയ്ക്ക് എടുക്കാത്ത ആളാണെന്നും മാർച്ച് 9 ഫൈനൽ മത്സരത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് ഷമിയെന്നും സഹോദരൻ പറഞ്ഞു. രാജ്യം മുഴുവൻ ഷമിക്കൊപ്പമാണുള്ളതെന്നും മൗലാനയുടെ ഭീഷണി കണക്കിലെടുക്കേണ്ട കാര്യമില്ല എന്നും ഷമിയുടെ കോച്ച് മുഹമ്മദ് ബദുറീനും പ്രതികരിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഉപരിയായി രാജ്യത്തെ കാണാൻ മൗലാന തയ്യാറാവണം. രാജ്യത്തിനു മുന്നിൽ മറ്റൊന്നും തന്നെയില്ല, ബദുറീൻ പറഞ്ഞു. യുഎയിലെ കൊടും ചൂടിൽ 4 കളികളിൽ നിന്നായി 8 വിക്കറ്റുകളാണ് മുഹമ്മദ് ഷമി എടുത്തത്. നിർണായകമായ ഭാരതം ഓസ്ട്രേലിയ സെമി മത്സരത്തിൽ 3 വിക്കറ്റുകളും ഷമി നേടിയിട്ടുണ്ട്. കളിക്കിടെ ക്ഷീണിതനായ ഷമി എനർജി ഡ്രിങ്ക് കുടിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് മുസ്ലിം മൗലാന ഭീഷണിയുമായി രംഗത്തെത്തിയത്. ഷമിയെ അനുകൂലിച്ചുകൊണ്ട് മുസ്ലിം ആരാധകർ ഒന്നടക്കം തന്നെ രംഗത്ത് വരുന്നുണ്ട്. മൗലാന ഷഹബാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നതായാണ് സൂചനകൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.